വെൽക്കം ബാക്ക് ടു അമിസ്റ്റിംഗ് ലൈഫ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എങ്ങനെ റിമൂവ് ചെയ്യാം, അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു അത്. ഫസ്റ്റ് ആയിട്ട് ഞാൻ ബിഗിനേഴ്സിനുള്ള DIY മാസ്കും സ്ക്രബും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന DIY മാസ്ക് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറും ആലോവേറ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മാസ്ക് ആണ്. അപ്പം ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ നമുക്കിപ്പം ആമസോണിലായിരുന്നാലും ഫ്ലിപ്കാർട്ടിലായിരുന്നാലും നിറയെ ഓൺലൈൻ സൈറ്റ്സിൽ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം. അപ്പൊ അത് രണ്ടും കൂടെ ഒരു പേസ്റ്റ് ഫോമിലാക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പോസിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യും. അതുപോലെ ആലോവേറ ജെല്ലിന്റെയും പ്രോപ്പർട്ടീസ് നമുക്കറിയാം, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്കിന്നെ സൂത്തനിങ് ചെയ്യും, ഹീൽ ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഒരു ത്രൈസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ത്രൈസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ അതുപോലെ ത്രൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ എത്രത്തോളം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെന്ന് നോക്കണം. നമുക്കിപ്പോ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രൈസ് യൂസ് ചെയ്യാം. ഇപ്പൊ കുറച്ചൊരു മിഡിൽ ലെവൽ, ഒരു മീഡിയം ലെവൽ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൈസ് യൂസ് ചെയ്താലും മതി. നമുക്ക് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറും ആലോവേറ ജെല്ലും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ യൂസ് ചെയ്യുക നമുക്ക് തന്നെ അറിയാൻ പറ്റും അതിന്റെ ചേഞ്ചസ്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസും. അങ്ങനെ തന്നെ ഈ നമ്മുടെ ബ്ലാക്ക് ഹെഡ് റിമൂവലും വൈറ്റ് ഹെഡ് റിമൂവലും ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു DIY സ്ക്രബാണ്. അപ്പൊ ഈ സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഹണി, പിന്നെ സിനമോൺ പൗഡർ. ഇപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് ഫോമിലാക്കിയിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്യുക. ഓക്കെ, ചുമ്മായിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് ചെയ്യരുത്, ജസ്റ്റ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. സോ അപ്പം ഇതിൽ നമ്മുടെ ബ്ലഡ് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. അതുപോലെ ക്ലോഗ്ഡ് ആയിട്ടിരിക്കുന്ന പോസിനെയൊക്കെ അൺക്ലോഗ് ചെയ്യുകയും ചെയ്യും. പിന്നെ സിനമോൺ പൗഡറിനാണെങ്കിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പം ഇത് നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതിയാവും. അപ്പം ബോത്ത് വൈറ്റ് ഹെഡ് റിമൂവലിനും ബ്ലാക്ക് ഹെഡ് റിമൂവലിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മറ്റൊരു സ്ക്രബ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്രബാണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് സിനമോൺ പൗഡർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ട് മീൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓട്ട് മീൽ പ്ലസ് ഹണി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്താലും തന്നെ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇതും തന്നെ യാതൊരു ചെലവില്ലാത്ത കാര്യമാണ്. ആവി കൊള്ളുക. ജസ്റ്റ് നമുക്ക് ചുമ്മാ സ്റ്റീം ഫേഷ്യൽ തന്നെ നമുക്ക് ഭയങ്കര കുറച്ച് കനത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റീം ഫേഷ്യൽ എന്ന് പറയാം. അപ്പം ഈ സ്റ്റീം ഫേഷ്യൽ എന്ന് പറയുന്നത് ചുമ്മാ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ആവി കൊള്ളുകയും ചെയ്യാം. അല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ട്രീ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവി കൊള്ളാവുന്നതാണ്. അപ്പൊ ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആക്നെ റിഡക്ഷനും അതുപോലെ സ്കാർ റിഡക്ഷനും ഒക്കെ, ആക്നെ സ്കാർ റിഡക്ഷനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് റിമൂവലിനും ഇത് നല്ലതാണ്. ഇതിനും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒരുപാടാണ്. അപ്പം നമ്മൾ ഈ ആവി കൊള്ളുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ക്ലോഗ്ഡ് ആയിട്ടിരിക്കുന്ന പോസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഈ നമ്മുടെ ഈ സ്കിൻ നന്നായിട്ട് വെറ്റായിട്ടിരിക്കുമല്ലോ. വെറ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും ഈ കട്ട പിടിച്ചിരിക്കുന്ന ഡേർട്ടും കാര്യങ്ങളും ഒക്കെ, അതായത് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പുറത്ത് വരാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു ടവൽ എടുത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ഈ കൊമിഡോൺ എക്സ്ട്രാക്ട് ടൂളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അത് ധൈര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അത് കുറച്ച് പണിയാണ്, അത് കുറച്ച് പെയിൻഫുൾ ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ അത് ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾ സ്റ്റീം കൊണ്ടിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുകയോ ചെയ്താലും മതിയായിരിക്കും. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി റെമഡിയാണ് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് റിമൂവലിനായിട്ടുള്ളത് ക്ലേ മാസ്ക് എന്ന് പറയുന്നത്. ക്ലേ മാസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലേ മാസ്ക് അവൈലബിൾ ആണ്. ബെൻഡോണൈറ്റ് ക്ലേ, അതുപോലെ തന്നെ കാവലിൻ ക്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലേ മാസ്ക്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ആപ്പിൾ സിഡർ വിനെഗർ കൂടെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കി മാസ്ക് ആയിട്ട് വീക്ക്ലി ത്രൈസ് ഓർ ട്വൈസ് ഇടുകയാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ഓർ വൈറ്റ് ഹെഡ്സ് എത്രത്തോളം ഉണ്ട് അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. അതനുസരിച്ച് ഇപ്പൊ ഒരുപാടുള്ളവർക്കാണെങ്കിൽ 3 times യൂസ് ചെയ്താൽ മതി. ഒരു മീഡിയം ലെവലുള്ളവർക്ക് 2 times യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം അതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ തന്നെയാണ് ഈ വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ്
റിമൂവലിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആപ്പിൾ സിഡർ വിനാഗർ എന്ന് പറയുന്നത് ആ ഒരു സാധനം ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാത്ത ഡ്രൈ ഓർ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ അലർജി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾ അതുപോലെ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഒരു പാച്ച് ടെസ്റ്റ് നല്ലതാണ്. ഇപ്പൊ ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാസ്ക് DIY മാസ്ക് ആയിരുന്നാൽ പോലും നിങ്ങൾ ആദ്യമായിട്ടാണ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കഴുത്തിലോ കയ്യിലോ എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. സോ ആപ്പിൾ സിഡർ വിനെഗർ യൂസ് ചെയ്യുമ്പോൾ ആലോചിക്കുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും കൂടെ ആണ്, അത്രയും സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് ബിഗിനേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഏതൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ റെമഡീസ് ആണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പോലും ഒരു CTM റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ CTM എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്ന് പറയുന്ന ഈ 3 സ്റ്റെപ്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് ചെയ്തിട്ട് നമ്മൾ ഏതൊരു റെമഡീസ് ചെയ്താലും, DIY ആയിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് ആക്റ്റീവ്സോ കോൺസെൻട്രേറ്റ്സോ ഒക്കെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടാൻ ഈ CTM റുട്ടീൻ എന്ന് പറയുന്ന ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു റുട്ടീനിൽ കൂടെ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ വരുന്നത്, ഓൾറെഡി സ്കിൻ കെയർ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നവരുടെ അടുത്താണ്. അപ്പം നമ്മൾ എത്രത്തോളം സ്കിൻ കെയർ ചെയ്താലും ചില ദിവസങ്ങളിൽ നമുക്ക് മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വർക്ക് ഷെഡ്യൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ കാരണം നമുക്ക് സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈമിലും നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സ്കിൻ ക്വാളിറ്റി കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പ്രോപ്പർ ക്ലെൻസിങ് എന്ന് പറയുന്നത് ഒരു കീ ആണ്. അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് വെക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനും അതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് റിമൂവലിന് ഒരു കീ പാർട്ടാണ് പ്രോപ്പർ ക്ലെൻസിങ് എന്ന് പറയുന്നത്. അതായത് ഈ നമുക്ക് എന്താ വീക്ക്ലി ഒക്കെ ത്രൈസ് അല്ലെങ്കിൽ ട്വൈസ് ഡബിൾ ക്ലെൻസിങ് ഒക്കെ നല്ലതായിരിക്കും. ഓയിൽ ക്ലെൻസർ ഫസ്റ്റ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർ ബേസ്ഡോ ക്രെം ബേസ്ഡോ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാം. അത് ഡബിൾ ക്ലെൻസിങ് ഒക്കെ വളരെ നല്ലതാണ് ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് റിമൂവൽ. രണ്ടാമത് എക്സ്ഫോളിയേഷനും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് റിമൂവല്. അപ്പം AHA BHA സിറം ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ എക്സ്ഫോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. AHA BHA സിറം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്കിന്നൊക്കെ പൊള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പം AHA എന്ന് പറയുമ്പം ഈ സാലിസിലിക് ആസിഡ് അതൊക്കെ നമ്മുടെ AHA ഗ്രൂപ്പിൽ വരുന്നതാണ്. BHAയിലും ഒരു ടൈപ്പ് കുറെ സിറംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു മിക്സ്ചർ ആയിട്ടാണ് AHA പ്ലസ് BHA രണ്ടിന്റെയും കോമ്പോയിലൊക്കെ ഇപ്പം സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ തന്നെ കുറച്ച് കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ അപ്പം ഇതും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ സാലിസിലിക് ആസിഡ് ഇപ്പം സിറംസ് ആയിട്ട് തനിയെ ഇൻഡിവിജ്വൽ സിറംസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ബെൻസൈൽ പെറോക്സൈഡ്, നിയാസിനമൈഡ്, പിന്നെ നമ്മുടെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് എക്സ്ഫോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് തരുകയും ചെയ്യും. ഈ നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനും സ്പെസിഫിക് ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സിറംസും ഉണ്ട്. ഇപ്പൊ സാലിസിലിക് ആസിഡ് സിറം ഒക്കെ തന്നെ ബ്ലാക്ക് ഹെഡ്സിന് സ്പെസിഫിക് ആണ്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവലിനാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള, രണ്ടും യൂസ് ചെയ്യാം. ബട്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ബ്ലാക്ക് ഹെഡ് റിമൂവലിലാണ്. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ്, പിന്നെ ക്ലേ മാസ്ക് ഒക്കെ ബ്ലാക്ക് ഹെഡ് റിമൂവലിന് നല്ലതാണ്. വൈറ്റ് ഹെഡ് ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ തന്നെ ബെൻസൈൽ പെറോക്സൈഡ്, ഇതൊക്കെ നല്ലതാണ് വൈറ്റ് ഹെഡ് റിമൂവലിന്. അപ്പം ഗൈസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്റെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. ഞാൻ ഈ വൈറ്റ് ഹെഡ് റിമൂവലിനും ബ്ലാക്ക് ഹെഡ് റിമൂവലിനുമായിട്ട് അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റേതെന്ന് പറയുന്നത്, എന്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ആണ്. സോ ഞാൻ സ്കിൻ ടൈപ്പ് കൂടെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അതുള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ തന്നെ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ അത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്വെൻച്ച് ബൊട്ടാനിക്സിന്റെ മാമാസിക്ക പോർ ക്ലിയറിംഗ് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് ആണ്. ഇത് നിങ്ങൾക്ക് രാത്രി ആയിരിക്കും ബെസ്റ്റ് യൂസ് ചെയ്യാൻ. കാരണം എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ടൈമും ചെയ്യേണ്ട ആവശ്യമില്ല. അത് രാത്രി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്.
സോ ഇത് എന്ന് പറയുന്നത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ ജെന്റിൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷനും ആണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്. അപ്പം ഇത് നല്ലൊരു സാധനമാണ് ഗൈസ്, ട്രസ്റ്റ് മീ. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് വാഷ്, ഇതൊരു ക്ലെൻസർ ആണ്, നല്ല ജെന്റിൽ ക്ലെൻസിങ് ആണ് ഇതിന്. പിന്നെ ഇതിന്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, കാരണം നമുക്ക് മെഡിസിനൽ വാല്യൂ ഉള്ള എല്ലാ സാധനങ്ങളുടെയും നമുക്ക് അറിയാമല്ലോ ഫ്രേഗ്രൻസ് അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഈ സീക്ക കണ്ടന്റ് ഉള്ളതല്ലെങ്കിൽ നമുക്കറിയാം ഒരു സ്മെൽ അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെൽ ആയിരിക്കത്തില്ല. ബട്ട് ഇതിന്റെ എഫക്റ്റ് അടിപൊളിയാണ്. അടുത്തതായിട്ട് ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ക്ലെൻസർ ആണ്. അതായത് സാസ്ലിക് എന്ന് പറഞ്ഞിട്ട് സാസ്ലിക് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇതാണ് ആ സാധനം. അപ്പം ഇതും ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതാണ്. ബ്ലാക്ക് ഹെഡ് റിമൂവലിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോ ആക്റ്റീവ് ആക്നെ ഉള്ളവർക്കും ആക്റ്റീവ് പിമ്പിൾസ് ഉള്ളവർക്കും ഒക്കെ അതിനെയും റിമൂവ് ചെയ്യാൻ നല്ലതാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രാത്രി മാത്രമല്ല, ഇത് നമുക്ക് ഡേ ടൈമിലും, അതായത് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ എഴുന്നേറ്റ ഉടനെയൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. അടുത്തതായിട്ട് 2 സിറംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്ലാക്ക് ഹെഡ് റിമൂവലിനും വൈറ്റ് ഹെഡ് റിമൂവലിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള 2 സിറംസ് കാണിച്ചു തരാം. അതിലൊന്നാണ് ഈ ബോഡി വൈസിന്റെ സാലിസിലിക് ആസിഡ് സിറം എന്ന് പറയുന്നത്. 2% സാലിസിലിക് ആസിഡ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് ആക്നെ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യും, അതുപോലെ തന്നെ പോസിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യും, പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ് റിമൂവലിനും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലാണ് ഇങ്ങനെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നൈക്ക സ്കിൻ ആർഎക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ AHA സിറമാണ്. ഇതിനകത്ത് 1% സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഡാമേജ് സെൽസ് ആയിരുന്നാലും ഡെഡ് സെൽസിനെയൊക്കെ കളഞ്ഞ് സ്കിന്നെ റിന്യൂ ചെയ്ത് സ്കിൻ നല്ല റേഡിയന്റ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറമാണ് ഇത്. ഇതും നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ കുറേ നേരം ഈ AHA BHA സിറം കുറേ നേരം അപ്ലൈ ചെയ്തിട്ട് കിടക്കരുത്. ഒരു 15 മിനിറ്റ്സോ 10 മിനിറ്റ്സോ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും ബെസ്റ്റ്. ചിലർക്ക് ഇറിറ്റേഷനും അതുപോലെ തന്നെ ഇച്ചിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ മറ്റേ മുന്നേ കാണിച്ച സാലിസിലിക് ആസിഡ് സിറം ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് അപ്ലൈ ചെയ്തിട്ട് കിടന്നിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പം ഇത് 2 സീറംസും അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു നൈറ്റ് ക്രീം കൂടെ കാണിച്ചു തരാം. ഡോട്ട് ആൻഡ് കീന്റെ നൈറ്റ് ക്രീമാണിത്. അപ്പം ഇതാണ് ക്യൂട്ടായിട്ടുള്ള, ഇപ്പൊ ഈ ക്യൂട്ടായിട്ടുള്ള സാധനം എൻ്റെ കയ്യിലുള്ളൂ. ഇതിന്റെ വലിയ ഒരു ടിന്ന് കൂടെ ഞാൻ യൂസ് ചെയ്തിട്ട് അത് തീർന്നായിരുന്നു. അപ്പം ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് റെറ്റിനോൾ പ്ലസ് സിറാമേഡ് നൈറ്റ് ബാരിയർ റിപ്പയർ ക്രീമാണ്. അതായത് സ്കിൻ ബാരിയറിനെയൊക്കെ റിപ്പയർ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് റിമൂവൽ എന്നുള്ളതല്ല, നമ്മുടെ പോസ്റ്റ് റിമൂവൽ കെയർ എന്നോണം ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അതായത് പിന്നീട് അത് വരാതെ അതിന്റെ ഒരു പ്രിവെൻഷനും അതുപോലെ സ്കിന്നിന്റെ ബാരിയറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനും നന്നായിട്ട് നല്ല സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇത്. സ്കിന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് സൂപ്പർബായിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു സ്കിൻ ക്രീമാണ്, നൈറ്റ് ക്രീമാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ റെറ്റിനോൾ ക്രീം എന്ന് പറയുന്നത്. അപ്പം ഇതും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രോഡക്ട്സ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിന്റെയും ഒക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, എല്ലാവർക്കും പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോ അടുത്ത ഒരു വീഡിയോയിലൂടെ ഞാൻ വരുന്നത് വരേക്കും ആമി സൈനിങ് ഓഫ്. ബൈ.